ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും CPM നേതാവുമായ എ പത്മകുമാറിന് ജാമ്യം. കട്ടളപ്പാളി കേസിൽ കൊല്ലം വിജിലൻസ് കോടതിയാണ് ഉപാധികളോടെയുള്ള സ്വാഭാവിക ജാമ്യം അനുവദിച്ചത്. അതേസമയം ദ്വാരപാലക ശില്പ കേസിൽ റിമാൻഡ് തുടരുന്നതിനാൽ എ പത്മകുമാർ ജയിൽ മോചിതനാകില്ല. പത്മകുമാർ കഴിഞ്ഞ നവംബർ 20-നാണ് കട്ടിളപ്പാളി കേസിൽ അറസ്റ്റിലാകുന്നത്. പിന്നാലെ ദ്വാരപാലക ശില്പക്കേസിലും ജയിലിലെത്തി SIT അറസ്റ്റ് രേഖപ്പെടുത്തി. ആദ്യ കേസിൽ അറസ്റ്റിലായി റിമാൻഡ് കാലാവധി 90 ദിവസം പൂർത്തിയായതോടെയാണ് സ്വാഭാവിക ജാമ്യം തേടി പത്മകുമാർ വിജിലൻസ് കോടതിയെ സമീപിച്ചത്. ഹർജി പരിഗണിച്ച കോടതി ഇന്ന് സ്വാഭാവിക ജാമ്യം അനുവദിക്കുകയായിരുന്നു. ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചത്. SIT കുറ്റപത്രം സമർപ്പിക്കാത്തത് സ്വാഭാവിക ജാമ്യം ലഭിക്കാൻ കാരണമായി. അതേസമയം ദ്വാരപാലക ശില്പക്കേസിൽ റിമാൻഡ് തുടരുന്നതിനാൽ പത്മകുമാർ ഇന്ന് ജയിൽ മോചിതനാകില്ല. അടുത്ത ആഴ്ചയോടെ ദ്വാരപാലക ശില്പക്കേസിലും റിമാൻഡ് 90 ദിവസം പൂർത്തിയാകും. പിന്നാലെ പത്മകുമാറും പുറത്തേക്കിറങ്ങും. മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും N വാസുവും അടക്കമുള്ളവർ നേരത്തെ സ്വാഭാവിക ജാമ്യം ലഭിച്ച് ജയിൽ മോചിതരായിരുന്നു. പത്മകുമാറിനെതിരെ ദേവസ്വം ബോർഡ് മുൻ അംഗങ്ങളുടെ അടക്കം മൊഴിയുണ്ട്. മിനിറ്റ്സിൽ ഒപ്പുവെച്ചതുൾപ്പെടെ എല്ലാം പത്മകുമാർ അറിഞ്ഞുകൊണ്ടാണ് നടന്നതെന്നായിരുന്നു മൊഴി. അതേസമയം ദേവസ്വം ബോർഡ് മുൻ അംഗമായ KP ശങ്കർദാസ് ആരോഗ്യ പ്രശ്നങ്ങളടക്കം ചൂണ്ടിക്കാട്ടി സമർപ്പിച്ച ജാമ്യ ഹർജി 23-നാണ് വിജിലൻസ് കോടതി പരിഗണിക്കുക. ജനം, കൊല്ലം.